അപ്പൊ ഓക്കെ. ഒരു ഇൻട്രോ റാസി. അങ്ങനെയാണെങ്കിൽ ഉം, ഇൻട്രോ കൊടുക്കലൊക്കെ ഭയങ്കര ചടങ്ങാണ്. അതെ. നമ്മളെ അടുത്ത അടുപ്പ് കൂട്ടൽ ചർച്ചയിലേക്ക് സ്വാഗതം എന്നും പറയുന്നില്ല. നിന്നെ കൊണ്ട് പറ്റൂല വീഡിയോ ഓക്കെ ഓക്കെ. നമുക്ക് ആദ്യം തന്നെ ഓരോ വീഡിയോസും ചെക്ക് ചെയ്യാം, എന്നിട്ട് ആ വീഡിയോസിനെ പറ്റി സംസാരിക്കാം ആസ് യൂഷ്വൽ. സോ ഇന്ന് ഓക്കെ. സിനിമയല്ല, നമ്മൾ കുറച്ച് റീൽ റിയാക്ഷൻ പോലെ ആയിരിക്കും പോകുന്നത്. നമ്മളൊക്കെ ഞാൻ കുറെ റീലൊക്കെ കാണും കേട്ടോ. അപ്പൊ എനിക്കിങ്ങനെ ചില പ്രോബ്ലമാറ്റിക് സാധനം വന്ന സമയത്ത് ഞാൻ ചുമ്മാ അതെടുത്ത് നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ അയച്ചിട്ടു, എപ്പോഴേലും നമുക്കിരുന്ന് കാണാനോ വിചാരിച്ചിട്ട്. അപ്പൊ എന്തായാലും ഇന്നാണ് ആ ദിവസം. സോ വി ആർ ലുക്കിംഗ് അറ്റ് ഓൾ ദ റീൽസ്. ഇനിയിപ്പോ നിങ്ങക്ക് വേണം, നിങ്ങക്ക് ഏതെങ്കിലും റീൽസ് കമന്റ് ചെയ്യണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ അടുത്തടുപ്പ് കൂട്ടി ഡിസ്കസ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾക്ക് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ആ റീൽസ് ഫോർവേഡ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ വൃത്തിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ റിപ്ലൈ ചെയ്യണം തോന്നുകയാണെങ്കിൽ ചെയ്യാം. കണ്ടന്റ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യാം. നമ്മള് ഈ ആപ്പ് റീൽസ് അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പൊളിറ്റിക്കൽ സാധനം പറയാൻ പറ്റുന്ന സാധനം വായിച്ചിടാം കേട്ടോ. അല്ലെങ്കിൽ മറ്റേ ബ്രെയിൻ റോട്ട് സാധനങ്ങളൊന്നും അയക്കരുത്. ആ സാധനം അയക്കരുത്. അതിലൊക്കെ എന്ത് പറയാനാ? അതെ, അതിനകത്തൊന്നും ഒരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല. അപ്പം എന്തെങ്കിലും അഭിപ്രായം പറയാൻ പറ്റുന്നു, നമ്മുടെ അഭിപ്രായം കേട്ട് കഴിഞ്ഞാൽ കൊള്ളാം എന്ന് തോന്നുന്ന സാധനങ്ങൾ അയക്കാം. അങ്ങനൊന്നും കാണത്തില്ലെന്ന്. പൊളിറ്റിക്കൽ അഭിപ്രായം കേൾക്കണം, ഇവര് പറയുന്ന എല്ലാ പ്രശ്നമാണെന്നാണ് കുറെ കാലമായിട്ട് കമന്റ്സ് വരുന്നത്. കാണണം. ഓക്കെ. സോ വൈബ് അടിക്കുന്ന കുട്ടിയും പരിമിതികളിൽ നട്ടം തിരിയുന്ന അധ്യാപകനും, അതാണ് ടോപ്പിക്. നമ്മൾ ടീച്ചേഴ്സ് ഇപ്പൊ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ടീച്ചേഴ്സിന് ഒരു ലിമിറ്റ് ഉണ്ട് ഇപ്പോൾ ഇടപെടാൻ. പണ്ടത്തെ ടീച്ചേഴ്സ് ചുവരിലെടുത്തിറങ്ങിയാൽ നമ്മളെ കോടുമായിരുന്നു. പല ടീച്ചേഴ്സ് നമുക്ക് ഇപ്പോഴും പേടിയാണ്. അങ്ങനെ ഇപ്പൊ ആവണം നമുക്ക് പറയാൻ പറ്റൂല. ഞാൻ 26 വർഷമായിട്ട് ഹയർ സെക്കൻഡറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകനാണ്. 2013 ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഞാൻ ദർശിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുന്നേയുള്ളതും ഇപ്പോഴുള്ള കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആ വ്യത്യാസം കാണാൻ സാധിക്കും. അവർക്ക് രാഷ്ട്രീയം വേണ്ട, സംഘടന വേണ്ട, മതസംഘടന വേണ്ട, ധാർമ്മികത വേണ്ട, മൊറാലിറ്റി ലൈഫില്ല, ഈവൻ സ്പിരിച്വൽ പ്രാക്ടീസ് അവർക്ക് പറഞ്ഞിട്ടില്ല. അവർക്ക് ആകെ വൈബ് മാത്രമേ ഉള്ളൂ, വൈബ്രന്റ് ആവുക എന്നുള്ളതാണ്. അപ്പൊ ഈ വൈബ്രന്റ് ആവുമ്പോ അവർ ചിന്തിക്കുന്നത് എന്താന്ന് അവർക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അങ്ങനെ ധാർമ്മികമായിട്ട് അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തില് നേർവഴി നടത്തുക എന്ന് വെച്ചാല് കുറച്ച് റിസ്ക് ആണ്. അവിടെ നമുക്ക് ഫ്രീഡം കിട്ടുന്നില്ല. ഇപ്പൊ സ്കൂളുകളിലെ പ്രശ്നങ്ങൾ, തല്ല്, അടി, കുത്ത്, ടീച്ചേഴ്സിന് അസഭ്യം പറയാം, അനുസരണ ഇല്ല, അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ഇപ്പൊ മജീബ് സാറിനൊക്കെ അറിയുന്ന കേസാണ്. ഷാൾ സാറിനൊക്കെ, അക്ക് സാറിനും അനീഫ് സാറൊക്കെ അത് ശരിക്ക് അനുഭവിക്കുന്ന ആളുകളാണ്, ഞാനടക്കം. അപ്പൊ നമുക്ക് അവരെ ശരിക്കും നടത്തുവാൻ ആഗ്രഹമുണ്ട്, കഴിയും ചെയ്യും. പക്ഷെ നമുക്കതെല്ലാം ചില ലിമിറ്റേഷൻസ് സൊസൈറ്റി അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ പോർഷൻ വരെ ഒന്ന് ആദ്യം റെസ്പോണ്ട് ചെയ്തിട്ട് ബാക്കി കേൾക്കാം. അപ്പൊ പുള്ളി പറയുന്നത് എന്താന്ന് വെച്ചാൽ, പുള്ളിനെ കൊണ്ട് പറ്റും എന്ത് പിള്ളേരെ നേർവഴിയിൽ നടത്താന്, എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ പുള്ളിക്കറിയാം. പക്ഷെ സമൂഹം അനുവദിക്കണില്ല എന്നാണ് പുള്ളി പറയണത്. പുള്ളി പറ്റും എന്ന് പറഞ്ഞ മാർഗം ബേസിക്കലി വടിയെടുത്ത് ചൂരിലെടുത്ത് അടിക്കുക എന്നുള്ള മാർഗമാണ്. അപ്പൊ പുള്ളിനെ കൊണ്ട് ഇപ്പൊ പണ്ടത്തെ പോലെ പണ്ടത്തെ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ ചൂരിലെടുത്തിട്ട് ചന്തിക്കടിക്കുക, കൈ നീട്ടിയിട്ട് അവിടെ അടിക്കുക, ആ സംഭവം ഒന്നും പുള്ളിക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണ് പുള്ളി ഈ വീഡിയോയിലൂടെ പറഞ്ഞ് തീർക്കണത്. ഗുണ്ടായിസം കാണിക്കാൻ പറ്റുന്നില്ല. യെസ്, മാത്രല്ല പുള്ളി ഇത് പറഞ്ഞു വെക്കണത് ഇതാണ് പിള്ളേരെ നേർമാർഗത്തിലേക്ക് നയിക്കാനുള്ള ഓൺലി സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞു വെക്കണത്. അത് പുള്ളിക്ക് അത് തോന്നാൻ കാരണം പുള്ളി ഇതിന്റെ ഒരു വിക്റ്റിമാണ്. പുള്ളിക്കും ഇങ്ങനെ അടിയിട്ടിട്ടൊക്കെയാണ് പുള്ളി വളർന്നിട്ടുള്ളത്. അപ്പൊ പുള്ളിയുടെ മനസ്സിൽ എന്താ, എല്ലാത്തിനുള്ള സൊല്യൂഷൻ വയലൻസ് ആണ്. നമ്മൾ ഒരു 2 പെട കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്നുള്ള ഒരു ചിന്ത പുള്ളിയുടെ ഉണ്ട്. കാരണം പുള്ളിക്കും ഇതുപോലെ അടിയിട്ടിട്ടാണ് പുള്ളി വളർന്നിട്ടുള്ളത്. അപ്പൊ ആ ഒരു അടിയിട്ടിയതിന്റെ നെഗറ്റീവ് കോൺസിക്വൻസ് ആണ് ഈ വയലൻസ് കൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ചിന്ത വരുന്നത്. അല്ല, ഇത് ഈ അതാണ് ഇപ്പൊ കൊച്ചിലെ കുട്ടികളെ വളർത്തുന്ന സമയത്ത്, നമ്മൾ കുഞ്ഞു കുട്ടികളെ വളർത്തുന്ന സമയത്ത് അവരെ ബ്രൈബ് ചെയ്യരുത് എന്ന് പറയും. അതായത് ഞാൻ നിനക്ക് മുട്ടായി തരാം, അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ മുട്ടായി തരാം, അതുകൊണ്ട് നീ ഈ ഭക്ഷണം കഴിക്കുക, അങ്ങനെ ബ്രൈബ് ചെയ്ത് കുട്ടികളെ വളർത്തരുത്. ഓരോ കാര്യങ്ങൾ ചെയ്യിക്കാൻ വേണ്ടി ഫോൺ തരാം, മറ്റേ മുട്ടായി തരാം, അങ്ങനെ ചെയ്യരുത് എന്ന് പറയും. കാര്യം ആ ബിഹേവിയർ അവർ ലേൺ ചെയ്യും.
പിന്നെ എന്തെങ്കിലും ഇൻ റിട്ടേൺ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് അവർ ബാക്കി ജീവിതത്തിൽ കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അപ്പം ഇതില് ഈ കുട്ടികളെ വളർത്തി വലുതാക്കുന്ന ആൾക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്. അതായത് ഇപ്പൊ ഇവര് പറയുന്നത് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഫുൾ വയലൻസ് ആണ്, പിള്ളേരെല്ലാം ഫുൾ ഗുണ്ടായിസമാണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ട് കുട്ടികൾ ഗുണ്ടകളായി മാറുന്നു എന്നുള്ളതിന്റെ ഉത്തരവാണ് ഇയാളെപ്പോലുള്ള ആൾക്കാർ. ഇയാളെപ്പോലുള്ള ഗുണ്ടകളാണ് പിള്ളേരെ വളർത്തുന്നത്, മനസ്സിലായോ? അപ്പൊ ഗുണ്ടായിസം കാണിച്ച് പിള്ളേരെ വളർത്തി കഴിഞ്ഞാൽ അവരും അവരുടെ പ്രോബ്ലങ്ങൾക്കൊരു സൊല്യൂഷൻ. ഇപ്പം ഞാൻ പറയുന്ന ഒരാൾ കേട്ടില്ല, അത് കേൾക്കാത്തപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അവർ ഇടിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതാണ് അവരെ പഠിപ്പിക്കുന്നത്, മനസ്സിലായോ? ഇയാൾ പറയുന്ന ഒരു കുട്ടി കേട്ടില്ലെങ്കിൽ അവരുടെ അടുത്ത് ഗുണ്ടായിസം കാണിക്കുക, അവരെ ഇന്റിമിഡേറ്റ് ചെയ്യുക, അവരുടെ അടുത്ത് അഗ്രഷൻ കാണിക്കുക, അവരെ വിരട്ടുക, 2 അടി കൊടുക്കുക എന്നുള്ളതാണ് ഇയാൾ പഠിപ്പിക്കുന്ന സൊല്യൂഷൻ. അത് കണ്ടാണ് കുട്ടികൾ വളരുന്നത് കൊച്ചിലെ മുതൽ തന്നെ. അപ്പൊ അങ്ങനെയുള്ള ഗുണ്ടായിസം കണ്ട് വളരുന്ന കുട്ടികൾ ഗുണ്ടായിസം കാണിക്കും. അല്ല, അതിനുള്ള എക്സാമ്പിൾ പുള്ളി തന്നെയാണ്. പുള്ളി ഇതുപോലെ ഗുണ്ടായിസം പുള്ളിക്ക് ഇങ്ങനെ അടിയിട്ടി വളർന്നുകൊണ്ട് പുള്ളി വിചാരിക്കണത് ഇത് മാത്രമാണ് സൊല്യൂഷൻ അറിയോ. മാത്രല്ല പുള്ളി ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്ക്, എന്തിനാണ് സമൂഹം ഈ പിള്ളേരെ അടിക്കിൽ നിന്ന് അല്ല പിള്ളേരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തണത്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് സമൂഹം എന്തുകൊണ്ട് ഒരു റിസ്ട്രിക്ഷൻ വെക്കണത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് ശാസ്ത്രീയമായ പഠനങ്ങളുടെ ബേസിലാണ് ഇത് എന്താ ചെയ്യരുത് എന്ന് പറയുന്നത്. കുട്ടികളെ അടിക്കണത് കൊണ്ട് കുട്ടികൾക്ക് നെഗറ്റീവായിട്ടുള്ള എഫക്റ്റുകൾ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും കുട്ടികളിൽ ഉണ്ടാവുന്നില്ല. അപ്പൊ ഇത് ഒരുപാട് ശാസ്ത്ര പഠനങ്ങളുണ്ട്, മെറ്റാ അനാലിസിസുകൾ വരെ ഉണ്ട്. ഇതെന്താ വെച്ചാൽ ഇപ്പോൾ നമ്മള് ഏകദേശം നമ്മൾ 3 ആളും 2 രാജ്യത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഏകദേശം എന്താ അറിയുന്ന ആൾക്കാരാണ്. ഞാൻ റാസിയാണ് സിംഗപ്പൂർ എങ്ങനെ പഠിപ്പിക്കാറെന്ന് പറയാ. ഇപ്പോൾ മാനി ചെറുപ്പം തൊട്ടേ US-ലും പഠിച്ചതാണ്. നീ നാട്ടിൽ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ട്. നാട്ടിലും പഠിച്ചിട്ടുണ്ടാവും. നാട്ടിലൊക്കെ സിസ്റ്റം ഞാനൊക്കെ ചെറുപ്പത്തിൽ കുറേ അടിയൊക്കെ കിട്ടിയ ആ സിസ്റ്റം കണ്ടതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം, ഈ ഒരു സിസ്റ്റം അനുഭവിച്ച് വളർന്നുകൊണ്ട് തന്നെ നമുക്കറിയാം, അത് അല്ലണ്ടേയും പിച്ചണ്ടേയും എന്താ മറ്റേ മുട്ടിൽ നിർത്തണ്ടേ ചാക്കോമാഷാവേണ്ട ആവശ്യമൊന്നുമില്ല കുട്ടികളെ നന്നാക്കാനോ അല്ലെങ്കിൽ കറക്റ്റ് ആ ഒരു മോറൽ എഡ്യൂക്കേഷൻ കൊടുക്കാനൊന്നും. ഇയാൾ ഇങ്ങനെ കൊണ്ട് പറ്റൂല. ഇങ്ങനെ കൊണ്ട് പറ്റില്ലെങ്കിൽ ആള് നിർത്തി പോവാന്നുള്ളതാണ് എന്താ അതിൻ്റെ ഒരു സൊല്യൂഷൻ. അതാ ഞാൻ ആലോചിക്കണത്. ഒരു കുട്ടീനെ ഉപദ്രവിക്കാതെ ആ കുട്ടീനെ നന്നാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഇയാൾ എന്തിനാ സ്വയം അധ്യാപകൻ എന്ന് പറഞ്ഞ് നടക്കണത്? അതെ അല്ലേ, ഇവിടുത്തെ കുട്ടികളെല്ലാം ഈ വയലൻസ് നേരിടാതെയാണ് വളർന്നു വരുന്നത്. അവരുടെ ഈ പറയുന്ന ഗുണ്ടായിസം ഒക്കെ കാണിക്കാൻ നമ്മൾ കാണുന്നുണ്ടോ? കാണുന്നില്ല. ഗുണ്ടായിസം കാണുന്ന എവിടെയാണ്? ഈ പറയുന്ന ഇതേപോലുള്ള ഗുണ്ടകൾ മാതാപിതാക്കളായും അധ്യാപകരുമായി വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ പിള്ളേർ വയലൻസ് കാണിക്കുന്നത്. ഇപ്പൊ ഇവര് പറയുന്നത് സിനിമ പിള്ളേരെ സ്വാധീനിക്കുന്നു. അത് 2.5 മണിക്കൂറാണ് ഈ സിനിമ പിള്ളേരെ കാണുന്നത്. ഒരാഴ്ച ഒരു 5-10 സിനിമ കണ്ടെന്ന് വെച്ചോ, അത് ഭയങ്കര ഹൈ നമ്പറാണ്. പക്ഷെ അങ്ങനാണെങ്കിൽ തന്നെ ഇവർ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ആരുടെ കൂടെയാണ്? അധ്യാപകരുടെ കൂടെയും മാതാപിതാക്കളുടെ കൂടെയാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, സിനിമ അവരെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണിക്കുന്ന ഗുണ്ടായിസവും അവരെ സ്വാധീനിക്കുന്നില്ലേ എന്ന് പറയുന്ന കാര്യം. കാർട്ടൽ മെന്റാലിറ്റിയാ, ഗുണ്ടാ സംഘത്തിന്റെ മെന്റാലിറ്റിയാണ്. ഭീഷണി, മറ്റേ പേടിച്ചിട്ട് വേണം ആളുകൾ നമ്മുടെ, അങ്ങനെ വേണം നമ്മൾ ആൾക്കാരെ നിർത്താൻ എന്നുള്ളത്. ഇപ്പൊ ഈ കുട്ടികളെ വളർത്തുന്നത് നല്ല നടപ്പിന് വേണ്ടിയിട്ട് കുറച്ചടിച്ചാലും കുഴപ്പമില്ല എന്നുള്ള ഒരു ചിന്ത കൊടുത്ത് കുട്ടികളെ വളർത്തുന്നു. ആ കുട്ടി വലുതായി കഴിഞ്ഞ ഒരു പാർട്ട്ണർ ആവുമ്പോൾ പാർട്ട്ണർ നല്ല രീതിയിൽ നടക്കണില്ലെങ്കിൽ പാർട്ട്ണറിനെ ഉപദ്രവിക്കും, അബ്യൂസീവ് ആവും. ഇനി അവർക്കൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി ഇവര് വിചാരിച്ച പോലെ നടക്കണില്ല, കുട്ടീനെ ഉപദ്രവിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെയാണോ നിങ്ങൾക്ക് എന്താ ഈ സമൂഹത്തിലേക്ക് പഠിപ്പിച്ച് വിടേണ്ടത്? അതാ കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള എല്ലാത്തിനും വയലൻസിലേക്ക് എന്താ നടക്കാത്തൊരു കുട്ടികളെയാണോ നിങ്ങൾക്ക് വളർത്തേണ്ടത്? ഇപ്പോഴും നാട്ടില് ഈ എന്താ അടിയൊക്കെ ഉണ്ടോ എനിക്കറിയില്ല. ഇപ്പൊ ചൂരിലൊക്കെ ഞാൻ ഏതൊരു 10 പഠിക്കണവരൊക്കെ എന്താ ഈ വടിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പാടില്ല. ഇപ്പൊ അതൊന്നും പാടില്ല. ഞാൻ പഠിക്കുന്ന കാലത്ത് ക്രൈമാണ്. അത് ഞാൻ 10 പഠിക്കുന്ന കാലത്ത് വടി എടുത്തു കഴിഞ്ഞാൽ ക്രൈമാണ്. പക്ഷെ മെയിനായിട്ട് ട്യൂഷനൊക്കെ പോകുമ്പോ അടിയോടെ അടിയാണ്. കൊണ്ടുപോയി ചേർക്കുന്ന സമയത്ത് ഒരു സാധനമുണ്ട്, അടിച്ച് പഠിപ്പിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി തല്ലി വളർത്താൻ വേണ്ടിയിട്ടാണ് ട്യൂഷൻ കൊണ്ടുപോയി ചേർക്കണത്. എക്സാക്ട്ലി. ഏറ്റവും വലിയ ഗുണ്ട ഏതാണ് എന്ന് പറയുമ്പോ ഗുണ്ട വിനു. അപ്പൊ വിനുവിന്റെ ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ടുപോയി ചേർക്കുക എന്നുള്ളൊരു മോഡലാണ് ഇത്, മനസ്സിലായോ? അവരുടെ മാർക്കറ്റിംഗ് തന്നെ ചില ട്യൂഷൻ സെന്റേഴ്സ് ഉണ്ടല്ലോ, കൊല്ലത്ത് ചില ട്യൂഷൻ സെന്റേഴ്സിന്റെ മാർക്കറ്റിംഗ് തന്നെ ഞങ്ങൾ ഇവിടെ പിള്ളേരെ തല്ലിയാ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഞങ്ങളിവിടെ നിർത്തിയിരിക്കുന്ന നല്ല 1-ാം തരം ഗുണ്ടകളെയാണ് എന്ന് പറയുന്നതാണ് ഇവർ അഡ്വർടൈസ്മെന്റ്, മനസ്സിലായോ? ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പൊതുവെ ജസ്റ്റിഫിക്കേഷൻ ആയിട്ട് ഇവർ കൊടുക്കാറ് എൻ്റെ തലമുറയിൽ അത് വർക്ക് ചെയ്തു, ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് പഠിച്ചത്, എൻ്റെ അച്ഛനും അമ്മയും അച്ഛൻ്റെ അച്ഛനൊക്കെ ഈ ഒരു വഴിയിലൂടെയാണ് പഠിച്ച് വളർന്നത്,
ഞങ്ങൾക്ക് നല്ല ധാർമ്മിക ബോധമുണ്ട്. അപ്പൊ ഇങ്ങനെ പഠിപ്പിച്ചാലേ കുട്ടികൾ നന്നാവുള്ളൂ എന്നുള്ള ഒരു ബോധത്തിൽ നിന്നാണ്. ഇതിപ്പോ എന്താ മറ്റേ സതി ഇപ്പൊ ഒരു പ്രാക്ടീസാണ്. ഭയങ്കര മോശമായിട്ടുള്ള ഒരു പ്രാക്ടീസാണ് സതി എന്ന് പറയുന്നത്. അപ്പോൾ സതി ഇപ്പൊ ഇല്ലാത്തത് കൊണ്ടാണ് ഭാര്യമാർക്ക് ഭയങ്കര അനുസരണക്കേടും വേറെ ഭർത്താക്കന്മാരുടെ അടുത്തേക്ക് സ്വന്തം ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും കല്യാണം കഴിക്കാൻ തോന്നണമൊക്കെ സതി ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ എൻ്റെ എന്താ അമ്മയുടെ അച്ഛൻ്റെ അമ്മ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ച് അവിടെ വർക്ക് ചെയ്തു, ആ ഒരു സമൂഹത്തിൽ ഇത് വർക്ക് ചെയ്തു, അതുകൊണ്ട് നമ്മളെ സമൂഹത്തിലും അത് നടപ്പിലാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം എന്താ പിന്നെ ഇവർ ഈ മേക്ക് ചെയ്യുന്ന ക്ലെയിമിന് ഡേറ്റയുടെ ബാക്കിംഗ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതായത് ഇവർ ഈ ന്യൂസ് കണ്ടിട്ടാണ് ഇവർ ഈ ഓരോ കാര്യങ്ങൾ പറയുന്നത്. അതായത് ന്യൂസില് കുട്ടി ഇങ്ങനെ ചെയ്തു എന്ന് വന്നു, കുട്ടി അങ്ങനെ ചെയ്തു എന്ന് വന്നു. പണ്ട് ഈ ന്യൂസിൽ ഈ കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ വരണമെന്നില്ല, മനസ്സിലായോ? അതിനൊരു സെലക്ഷൻ ബയസ് ഉണ്ടാവാം, മനസ്സിലായി? ഇപ്പം മീഡിയക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവര് ഈ എന്തെങ്കിലും വിവാദപരമായിട്ടുള്ള ന്യൂസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കുന്ന ടീംസാണ്, മനസ്സിലായോ? അപ്പം അതിന് പറ്റുന്ന സാധനങ്ങളെല്ലാം എടുത്ത് അവര് മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ കേരളത്തിൽ ലഹരി ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ ലഹരിയുടെ അങ്ങ് അതിപ്രസനമാണെന്ന് പറഞ്ഞിട്ടൊരു നറേറ്റീവ് ഇവർ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ കണക്കുകൾ പരിശോധിക്കുന്ന സമയത്ത് കേരളത്താണ് ഏറ്റവും കുറവ് ഡ്രഗ് യൂസ് ഉള്ളത് മറ്റു സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ. പുള്ളിയുടെ വീഡിയോയിൽ പറഞ്ഞല്ലോ, പുള്ളി ഡാറ്റ അടിസ്ഥാനാക്കിയിട്ടല്ല പറയുന്നത്, പുള്ളിയുടെ ഒരു ടീച്ചിങ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. പുള്ളി ഏറ്റവും വലിയ പ്രശ്നം ഈ സാമൂഹിക നിരീക്ഷണത്തിൽ ഈ അനുഭവ സാക്ഷ്യങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്റെ എക്സ്പീരിയൻസ് എനിക്കറിയാം. ഞാൻ ഇന്നൊരാളാണല്ലോ, ഞാൻ പിള്ളേരുമായിട്ട് ഇത്രയധികം വർഷം ഇവിടെ നിന്നൊരാളാണല്ലോ, അപ്പൊ എനിക്കറിയത്തില്ലേ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള അനുഭവ സാക്ഷ്യങ്ങൾ എല്ലാ കോണ്ടെക്സ്റ്റിലും എനിക്ക് ഞാൻ കണ്ടിട്ടുള്ളത് ഭയങ്കര പ്രശ്നമായിട്ട് വരുന്നതായിട്ടാണ്. ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ് ഉണ്ടാവുക. ഇപ്പൊ എനിക്കിപ്പോ സിംഗപ്പൂർ വന്ന് പഠിക്കുമ്പോൾ വേറൊരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടാവുക, ഇയാൾക്ക് അവിടെ പഠിക്കുമ്പോൾ വേറൊരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടാവുക. ആൻഡ് ഈ എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് ഒരു റിഫ്ലക്ഷൻ ആണ്, മനസ്സിലായോ? നമ്മൾ എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മൾ ഈ എക്സ്പീരിയൻസിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ സാധനം വരുന്നത്, മനസ്സിലായോ? അപ്പൊ ഈ ഒരു സാധനം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റ എടുക്കുന്നതും മെത്തഡോളജി ഫോളോ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അല്ലാതെ ചുമ്മാ നമുക്ക് ബോറടിച്ചിരിക്കുന്നതുകൊണ്ട് ചുമ്മാ പോയി ഡേറ്റ എടുക്കുന്നതല്ല, മനസ്സിലായോ? നമ്മൾ ഈ ലോകത്ത് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് എന്നുള്ളതും കൂടി അനുസരിച്ചാണ്. നമ്മളുടെ ഒരു റിഫ്ലക്ഷൻ ആണ് ബേസിക്കലി നമ്മൾ ഓരോ എക്സ്പീരിയൻസ് വഴി ഓരോ കാര്യങ്ങൾ നടന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത്. അല്ലാതെ അവിടെ ആക്ച്വലി നടന്ന സംഭവങ്ങളായിരിക്കണം എന്നില്ല. ആക്ച്വലി നടന്ന സംഭവങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഡേറ്റ എടുത്ത് നമ്മൾ പഠനങ്ങൾ നടത്തണം. ഈ എക്സ്പീരിയൻസസിൽ നിന്ന് വരുന്ന ഈ എന്താണ് പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനൊക്കെ ശ്രമിക്കുന്നത്, ബയസസ് ഒക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. കേൾക്കാം. ബാലാവകാശ കമ്മീഷനെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ആവശ്യമുള്ളിടത്തും അനാവശ്യമായിട്ടും അവര് ഇടപെടുകയാണ്. ഇപ്പോ ഒരു മുൻ IPS ഓഫീസറുടെ ഒരു പ്രസ്താവന നമ്മൾ കേട്ടിട്ടുണ്ടാവും, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കെട്ടുകണക്കിന് പരാതികൾ അധ്യാപകർക്കെതിരെ കുട്ടികൾ കൊടുത്തിരിക്കുകയാണ്. ഈ പരാതിയൊക്കെ കള്ളപ്പരാതി. ബാല കമ്മീഷൻ ഭയങ്കര പ്രശ്നം. ഇതൊരു റെക്കറിങ് തീം പോലെയാണ്. ഇപ്പൊ കുറെ പുരുഷന്മാർക്ക് സ്ത്രീ കമ്മീഷൻ ഒരു പ്രശ്നമാണ്, അതുപോലെ കുറെ അധ്യാപകർക്ക് ബാല കമ്മീഷൻ ഒരു പ്രശ്നമാണ്. ഇസ്രായേലിന് മനുഷ്യാവകാശ കമ്മീഷൻ ഒരു പ്രശ്നമാണ്. മോഡേൺ പ്രോബ്ലംസ് പരാതികളാണ് പറയുന്നത്. എന്താ കാര്യം? കുട്ടിയെ നേർവഴിക്ക് നടത്താൻ വേണ്ടി ഒന്ന് പറയുമ്പോ ശിക്ഷിക്കുമ്പോ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാ പരാതികളായിട്ട് പോകും. അപ്പൊ അവിടെ പോക്സോ കേസ് എന്നുവെച്ചാൽ കുറെ കേസുകള് വ്യാജ പരാതിയാണ്. കാരണം അധ്യാപകൻ കുട്ടീനെ ശിക്ഷിക്കുമ്പോ കുട്ടി പോയി പരാതി കൊടുക്കുക. എങ്ങനെ ശിക്ഷിക്കണത്? എന്താ തന്തക്ക് വിളിച്ചിട്ടാണോ? അതാ അടിക്കുമ്പോ ബേസിക്കലി ഇതാണ്, അടിക്കുമ്പോ കുട്ടികൾ കംപ്ലൈന്റ് കൊടുത്തു, പക്ഷെ അത് ശരിയല്ല, അത് വ്യാജമാണ്. അല്ല അത് അപ്പൊ ഇത് എക്സാക്ട്ലി നമ്മൾ പറയുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള അധ്യാപകർ ഗുണ്ടായിസം കാണിച്ച് പിള്ളേരെ വളർത്തി കഴിഞ്ഞാൽ പിന്നെ അവരെങ്ങനെ വരുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഒരാള് നിങ്ങൾ പറയുന്ന കേട്ടില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് 2 അടി കൊടുക്കുക, അല്ലെ അവരുടെ തന്തയ്ക്ക് വിളിക്കുക, അല്ലെ അവരുടെ ക്ലാസിന്റെ മുമ്പിൽ പബ്ലിക് ഹ്യൂമിലിയേഷൻ. ഇതൊക്കെയാണ് നിങ്ങൾ അവരെ പഠിപ്പിക്കുന്ന സൊല്യൂഷൻസ്. ഒരു വ്യക്തിയുമായി ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒരു സൊല്യൂഷനിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളത് നിങ്ങൾ പഠിപ്പിക്കുന്നത് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഈ ഗുണ്ടായിസത്തിലൂടെയാണ് ഇതിലേക്ക് എത്തുക എന്നുള്ളതാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് കുട്ടികൾ അത് ചെയ്യാതിരിക്കുക? എന്നിട്ട് അത് ചെയ്യുന്നത് കുട്ടികളുടെ കുറ്റാ? ഈ കുട്ടിയൊക്കെ അവിടെ തെങ്ങുന്നതായിട്ട് വീണോ? ഇത് ഈ കുട്ടികളെല്ലാം നിങ്ങൾ വളർത്തുന്ന കുട്ടികളല്ല, നിങ്ങളെ കണ്ടാണ് അവർ പഠിക്കുന്നത്. ഇപ്പം മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ കാണിക്കുന്നത്? ബാക്കി പ്ലേ
കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ കൂടിക്കൊണ്ടിരിക്കുക. അത് അധ്യാപകർക്കെതിരെയാണ്. ഇഷ്ടം പോലെ ഏറ്റവും അതെന്തായിരിക്കും കാരണം? ഇതെന്താ ആള് സങ്കടപ്പെടുകയാണ്, പക്ഷെ എന്തിനു വേണ്ട സങ്കടപ്പെടുന്നത്? കേസ് കൂടണോണ്ടാണോ അതോ എന്താ? ബാക്കി പ്ലേസ് അല്ല, ഇപ്പൊ അധ്യാപകന്മാരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കേസ് കൊടുക്കണത് ഒരു നല്ല കാര്യല്ലേ? അതെന്താ സങ്കടമായിട്ട് കാണുന്ന എന്താ? പുള്ളി ഉദ്ദേശിക്കണത് വ്യാജപരാതിയായിരിക്കും എന്നുള്ള രീതിയിലായിരിക്കും. വ്യാജായിരിക്കും എന്നുള്ള രീതിയിലായിരിക്കും. കൂടുതൽ തിരുവനന്തപുരത്താണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇതില് ഒരു 90% പരാതി സത്യമല്ല എന്നുള്ളതാണ്. ഇതിന്റെ ഡാറ്റ എവിടുന്ന കിട്ടുന്നത്? ഈ 90%, 80% ഫേക്ക് കേസ് ആണ് ഇതിന്റെ ഡാറ്റ. ഇത് നമ്മൾ മുമ്പ് സംസാരിച്ചായിരുന്നു. മറ്റേ എന്താ സ്ത്രീ വിഷയം റേപ്പ് അലിഗേഷൻ വരുമ്പോ അധിക റേപ്പ് കേസുകൾ സ്ത്രീകൾ പുരുഷന്മാരെ കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ നറേറ്റീവ് ബിൽഡ് ചെയ്താണ്. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, എന്താ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വെറുതെ അടിച്ചു വിടുകയാണ്. ആരെ രക്ഷിക്കാന്? ഈ എന്താ ബോബി ചെമ്മണ്ണൂരിനെ പോലുള്ള പേവേർഡ്സുകളെ റേപ്പിസ്റ്റുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് എന്താ സപ്പോർട്ടിന് വേണ്ടിയിട്ട് വെറുതെ അടിച്ചു വിടുക. ഒക്കെ വ്യാജ പരാതിയാണെന്നുള്ളത്. 90% പോക്സോ കേസുകൾ വ്യാജ പരാതിയാണെന്ന്. അതിനുള്ള ഡാറ്റ ഇതിൽ ഈ അധ്യാപകരുടെ അവകാശത്തോട് സംസാരിക്കാൻ രാജേശ്വർ വന്നായിരുന്നു ഈ വിഷയത്തെ. ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. പുള്ളി വന്നിട്ട് വേണ്ടോ, പുള്ളിക്കൊരു പ്രശ്നമുള്ളതാണ്. അതെ, പുതിയൊരു അധ്യാപക കമ്മീഷനും കൂടെ വേണം. അതെ, അധ്യാപക കമ്മീഷൻ. കുട്ടികൾ ഭയങ്കര പ്രശ്നമാണ്. അധ്യാപകനെ ഭയപ്പെടുത്തുവാനോ അവനെ സൊസൈറ്റിയിൽ മോശക്കാരനായി ചിത്രീകരിക്കാനോ അവനുള്ള പക വീട്ടുവാനോ ഒക്കെ ഈ ഒരു ടൂൾ യൂസ് ചെയ്യാം. മാത്രമല്ല ശിക്ഷ നമുക്ക് കൊടുക്കാൻ വയ്യ. ഇപ്പൊ പണിഷ്മെന്റ് ഇല്ല. സ്കൂൾ എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു കോർപ്പറൽ പണിഷ്മെന്റ് എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു ഗ്രീക്ക് വാക്ക് എന്നൊക്കെ വന്ന സംഭവമാണത്. അവിടെ പണിഷ്മെന്റ് ഉണ്ട്, പക്ഷെ ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. ചെയ്താൽ നമ്മൾ അകത്താവുകയാണ്. അപ്പൊ അധ്യാപകൻ അവന്റെ ഓൾറെഡി നമ്മൾ പറഞ്ഞു അങ്ങനെയല്ല എന്താ സൊസൈറ്റി ബിൽഡ് ചെയ്യേണ്ടത്, അല്ലെ കുട്ടികളെ ബിൽഡ് ചെയ്യേണ്ടത്. പുള്ളിക്കാരന് വേണമെങ്കിൽ ഇങ്ങനെ കുറച്ച് റെഫർ ചെയ്യാട്ടോ. ലൈക്ക് എങ്ങനെ ബീറ്റിംഗ് അല്ലാതെ വേറെ എന്തെങ്കിലും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുമോ, പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റോ, അങ്ങനെ പല മെത്തഡോളജീസ് ഉണ്ട് ഇപ്പൊ പഠിപ്പിക്കാൻ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള ലൈക്ക് ടീച്ചേഴ്സിനൊക്കെ നമ്മൾ പബ്ലിക് അവയർനെസ് കൊടുക്കണം. നമ്മൾ തല്ലി പഠിപ്പിക്കുക എന്നുള്ളതല്ലാതെ കുട്ടികളെ പഠിപ്പിക്കാൻ പല രീതികളുണ്ട് എന്നുള്ളതിനൊരു അവയർനെസ് കൊടുക്കും. എനിക്ക് തോന്നുന്നു ഇയാളെ ചെറുപ്പത്തിൽ ഇങ്ങനെ അടിയിട്ടതുകൊണ്ടാണ് ഇയാൾ ഇതിങ്ങനെ പറഞ്ഞു നടക്കുന്നത്. അല്ല, ഇതെന്താ വെച്ചാൽ പണിഷ്മെന്റ് എന്ന് പറയുമ്പോ ആൾക്ക് ഒറ്റ പണിഷ്മെന്റ് അറിയൂ, ഈ അടിക്കുക എന്നുള്ളത്. അല്ലാണ്ട് എന്താ മാർക്ക് കട്ടി ഗ്രേഡ് കട്ടിയല്ലോ അങ്ങനത്തെ പണിഷ്മെന്റ് ഒന്നല്ല ആള് പറയണത്. ആള് പണിഷ്മെന്റ് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് തല്ലാൻ പറ്റുന്നില്ല എന്നാണ്. നല്ല ചൂരിലെടുത്ത് അടിക്കാൻ പറ്റുന്നില്ല ആൾക്ക്, ആ ഫ്രസ്ട്രേഷൻ എടുത്ത് തീർക്കാൻ പറ്റുന്നില്ല. ഗ്രേഡ് കട്ടിങ് ഓപ്ഷൻ ഇപ്പോഴുണ്ടല്ലോ. ഇപ്പൊ ഡിസിപ്ലിൻ ഒരു ഗ്രേഡ്, ലൈക്ക് ഡിസിപ്ലിൻ അല്ലാണ്ട് പെരുമാറുമ്പോൾ അതിനനുസരിച്ച് ഗ്രേഡ് കട്ട് ചെയ്യണം. പക്ഷെ അതിൽ ഏതാ എഫക്റ്റീവ് നോക്കണം. ലൈക്ക് സ്റ്റഡീസ് നോക്കിയിട്ട് ഏതാണ് കുട്ടികൾക്ക് എഫക്റ്റീവ്. ചിലപ്പോൾ ഈ ഗ്രേഡ് കട്ട് ചെയ്യണ മെത്തേഡ് ആവില്ല എഫക്റ്റീവ്, വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടാവും കുട്ടികളെ പഠിപ്പിക്കാൻ. ഈ ഒരു അധികാരം, ഈ ഒരു ഹൈറാർക്കിക്കൽ സാധനം നിന്നുകൊണ്ട് തന്നെയാണ്. അത് ഓൾറെഡി നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അതായത് ടീച്ചിങ് എന്ന് പറയുന്നത്, നോളജ് എന്ന് പറയുന്നത് ഒരു അധികാരത്തിന്റെ സിമ്പലും കൂടാണ് ഇന്ത്യൻ കൾച്ചറിൽ. അതായത് ടീച്ചറിന് ഒരു അവരുടെ സ്റ്റുഡന്റിനേക്കാൾ ഒരു ഹൈറാർക്കി മോഡലാണ്. ആ അധികാരത്തിൽ നിന്നുകൊണ്ട് ഈ രാജാവ് എങ്ങനെയാണോ പ്രജകളെ കാണുന്നത് അതേപോലെയാണ് സ്റ്റുഡൻസിനെ കാണുന്നത് എന്നൊരു സാധനമുണ്ട്. അല്ലാതെ ഇവരൊരു ജോലി ചെയ്യാൻ വരികയാണ്, ആ ജോലിയുടെ ഭാഗമായിട്ടുള്ള ചെറിയ ചെറിയ പ്രിവിലേജസ് ഇവർക്ക് ഉണ്ട് എന്ന് പറയുന്ന ഒരു സാധനമല്ലേ ഈ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം ആ ഒരു അധികാര ബോധവും കാര്യങ്ങളൊക്കെയാണ് കുട്ടികളുടെ ഉള്ളിലും അവർ കണ്ട് വളരെയും ഒക്കെ ചെയ്യാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പൊ അതൊക്കെയാണ് ഇതിനകത്തെ പ്രശ്നം എന്ന് പറഞ്ഞാല്. പക്ഷെ ഇതുപോലെ അല്ലാതെ കുട്ടികളായിട്ട് നല്ല വൈബ് ചെയ്തിട്ട് കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്. അവർക്കെതിരെയും കൂടെയാണ് പുള്ളി സംസാരിക്കുന്നത്. അങ്ങനെ നല്ല രീതിയിൽ നടക്കുന്ന ടീച്ചേഴ്സിനെതിരെയും കൂടെയാണ് പുള്ളി സംസാരിക്കുന്നത്. ആ ടൈറ്റിൽ തന്നെ എന്താ വൈബ് അടിക്കുന്ന കുട്ടി എന്നുള്ള രീതിയിലാണ്. കുട്ടികളായിട്ട് ടീച്ചർ വൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ മോശം കാര്യമാണോ? നല്ലതല്ലേ അത്? അല്ല, അത് ഞാൻ അത് പറയാനൊരു കാര്യം കൂടെയാണ്. അതായത് ഇപ്പം നമ്മുടെ നാട്ടിലുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ് എന്ന് പറയുമ്പോൾ അവര് ചില ടീച്ചേഴ്സ് കുട്ടികളോടുള്ള സ്നേഹം ആ ഒരു താല്പര്യത്തോടു കൂടി വരുന്ന കുറെ ടീച്ചേഴ്സ് ഉണ്ട്. അവരെന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് ഈ സ്ട്രിക്റ്റ് ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർക്കൊരു ഫ്രീഡം ഉണ്ട്. കുട്ടികളുമായി എൻഗേജ് ചെയ്ത് അവർ പേഴ്സണൽ ലെവലിൽ അവരുമായിട്ട് കണക്ട് ചെയ്ത് അവർ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൈപിടിച്ച് നടത്താനായിട്ടൊരു സ്വാതന്ത്ര്യമുണ്ട്. അത് പലപ്പോഴും ഈ വെസ്റ്റേൺ സൊസൈറ്റീസ് ഇതൊരു പ്യൂർ ഒരു ജോലി ശമ്പളം വാങ്ങിച്ച് ചെയ്യുന്ന
ഒരു പ്യുവർ ജോലി ലാഭത്തിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി സ്കൂൾ മാറുമ്പോൾ അത്തരത്തിലുള്ള ഇന്റർപേഴ്സണൽ ആയിട്ടുള്ള കണക്ഷൻസ് ഒക്കെ ഇല്ലാതാവും. കാര്യം അവരുടെ ഒള്ളി മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, മനസ്സിലായോ? പ്രധാന മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ആണ്. ആൻഡ് ടീച്ചേഴ്സ്, ഈ ഹൈസ്കൂളിലുള്ള ടീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ പ്യൂർലി അണ്ടർ പെയ്ഡ് ആണ്. ദേ ആർ വെരി അണ്ടർ പെയ്ഡ്. അപ്പൊ അവര് ആ എക്സ്ട്രാ ജോലി ചെയ്യേണ്ട ഒരു ആവശ്യവും കൂടി ഇല്ല, മനസ്സിലായോ? അവർ വന്ന് ഈ മിനിമം സാധനം ചെയ്തിട്ട് പോയി. ഇവിടുത്തെ ടീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഈ ടീച്ചിങ്ങിനോട് താല്പര്യമുള്ളത് മാത്രം ടീച്ചേഴ്സ് ആവുന്ന ആൾക്കാരാണ്. അല്ലാതെ ഇവർക്ക് വേറെ ഏതെങ്കിലും ജോലി പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും സർവൈവ് ചെയ്യാനായിട്ടുള്ള ശമ്പളം കിട്ടും എന്നുള്ളതാണ്. അപ്പം ആ ഒരു സാധനം പക്ഷെ മിക്ക നമ്മുടെ നാട്ടിൽ സ്കൂളുകളിലും പോസിറ്റീവ് ആയിട്ടുള്ള മിക്ക സ്കൂളുകളിലും നീ പറഞ്ഞ പോലത്തെ ടീച്ചേഴ്സ് ഉണ്ടാവും. അപ്പൊ നിങ്ങളെ ഫേവറേറ്റ് ടീച്ചർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഒരിക്കലും തല്ലുന്ന ചാക്കോ മാഷേരെ ചൂണ്ടിയിട്ട് അതാന്ന് പറയില്ല. ഇവരെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഓരോരുത്തർക്കും സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്ത് കേറ്റർ ചെയ്ത് വളർത്തുന്ന ടീച്ചേഴ്സ് ആവും അവരുടെ ഫേവറേറ്റ് ടീച്ചേഴ്സ്. അപ്പൊ അങ്ങനത്തെ ടീച്ചേഴ്സ് ഒരുപാടുണ്ട്. ഇങ്ങനത്തെ കുറെ ടീച്ചേഴ്സ് ഉള്ളതാണ് ഇവിടെ പ്രശ്നം. യെസ്. സോ ലൈക്ക് അത് ഈ നമ്മൾ വെസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതും കൂടെ പറയാനുണ്ട്. നമ്മുടെ നാട്ടില് അത്തരത്തിലുള്ള അധ്യാപകരുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വന്ന് ഈ സബ്ജക്ട് പഠിപ്പിച്ചിട്ട് പോവാ എന്നുള്ളത് മാത്രമല്ല, ആ കുട്ടികളെ കെയർ ചെയ്യുക എന്നുള്ളതും കൂടിയാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി പെരുമാറുന്ന ടീച്ചേഴ്സ് ഒരുപാട് പേരുണ്ട്. അവരുമായിട്ട് ആ ഒരു പേഴ്സണൽ ലെവലിൽ അവരെ മനസ്സിലാക്കിയും അവരുടെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ഈ രാഷ്ട്രീയ ബോധമുള്ള ടീച്ചേഴ്സ് ഉണ്ടാവണം എന്ന് പറഞ്ഞൊരു കാര്യമാണ്, മനസ്സിലായോ? ഇപ്പോ ഒരു ക്ലാസ്സിലെ ഒരു കുട്ടി വന്നിരിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ആ കുട്ടിയോട് ഇടപഴകാനും ആ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യാനായിട്ട് സാധ്യമാകുന്ന ടീച്ചേഴ്സിനെ ഇവിടെ എഫക്റ്റീവ്ലി കുട്ടികളുമായി ഈ പറഞ്ഞ പോലെ സൗഹൃദത്തോടുകൂടി എൻഗേജ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഇതിപ്പം ഇവര് വർക്ക് ചെയ്യുന്ന ഫ്രെയിം വർക്കില് ജാതി ഇല്ല, ജെൻഡർ ഇല്ല, ഹോമോസെക്ഷുവാലിറ്റി ഇല്ല, ട്രാൻസ്ജെൻഡർ സാധനം ഇല്ല. അങ്ങനെ ഒരു ഫ്രെയിം വർക്കിലാണ് ഇവർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ ഇവരെങ്ങനെ മനസ്സിലാക്കും? അവരോട് കണക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതൊരു ബാരിയറായി അവിടെ നിലനിൽക്കും. അതാണ് വേണ്ടത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ. പൃഥ്വിരാജിന്റെ മാണിക്യക്കല്ല് എന്ന് മാണിക്യക്കല്ല് പറഞ്ഞിട്ടൊരു സിനിമ ഒരു correct സിനിമ example ഉണ്ട്. ആ. അതൊരു നല്ല എക്സാമ്പിൾ ആണ്. അതില് പൃഥ്വിരാജ് എങ്ങനെ ആവണം, അങ്ങനെയാണ് ടീച്ചേഴ്സ് ആവേണ്ടത്. ആ പടം കണ്ടിട്ടുണ്ടോ? മാനി കണ്ടിട്ടുണ്ടോ? മാണിക്യക്കല്ല് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ കൊച്ചിലെ കണ്ടാണ്, അല്ല എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എൻ്റെ ഡീറ്റെയിൽസ്. ഹിന്ദിയില് താരേ സമീൻ പർ ഉണ്ട്. താരസമീപരം. അതിൽ അമീർ ഖാന് അതൊക്കെ ഒരു നല്ല മെസ്സേജ് കൊടുക്കാൻ നോക്കുന്ന സിനിമകളാണ് ഇത് രണ്ടും. അതെ അതെ. ഈ കുട്ടികളിലെ ഈ വയലൻസിലേക്ക് ലീഡ് ചെയ്യുന്ന എന്താണ്, അവരുടെ മെറ്റീരിയൽ സാഹചര്യം എന്തൊക്കെയാണ് അതിനകത്ത് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ഒരു വ്യക്തമായിട്ടുള്ള പഠനം നടത്താൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സിമ്പിൾ എക്സ്പ്ലനേഷൻസിലേക്ക് പോകുന്നത്. ഒരു സിനിമ കണ്ട് വയലന്റ് ആയി എന്നൊക്കെ ഉള്ള ഇവനാ കാര്യം. മാണിക്യക്കല്ല് സിനിമയിൽ ഇതുപോലെ ഒരു കുട്ടിയുണ്ട്, എന്താ കള്ളോ മറ്റേ നവനീത അഭിനയിക്കുന്ന ക്യാരക്ടർ വാറ്റ് കടത്തുന്ന ഒരു ചെക്കനാണ്. അപ്പൊ അവന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ്, അല്ലാതെ അവൻ അടിച്ച് ഇതാക്കുക ഇത് തെറ്റാണെന്ന് ഔട്ട്റൈറ്റ് പറയുമെന്നല്ല ചെയ്യണത്. എനിക്ക് ചെറിയ ഓർമ്മ കേട്ടോ. ഞാൻ ആ സിനിമ കണ്ട് കുറെ കാലം. നല്ല സിനിമ. ഓക്കെ, ആ വീഡിയോ കഴിഞ്ഞാ നോക്കുക. മതി മതി. നന്നാക്കണം എന്നുള്ളൊരു ചിന്ത മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ വരും. ഇത് അരമണിക്കൂറായി ഇപ്പോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയില് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യാം. സ്പിരിച്വൽ മോറൽ ലൈഫിനെയും കൂടെ പരിപോഷിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം വേണം. ഇത് അത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള സ്പിരിച്വൽ മോറൽ ഒന്നുമല്ല ഇങ്ങനെയുള്ളവന്മാരെ എടുത്ത് അതെ ഒഴിവാക്കുക, രാജിവെക്കു, പുറത്തു പോവുക. അതെ പണി ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇട്ടെറിഞ്ഞു പോവുക. യെസ്, പ്ലീസ് ഡു യുവർ ജോബ്സ് പ്രോപ്പർലി എന്നുള്ളതാണ്. കണ്ടത്ത പാടാണ്, ചിലപ്പോ റിഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റിഗ്രസീവ് ആയിട്ട്. പക്ഷെ ആ സമയത്തിന് ഭയങ്കര പ്രോഗ്രസീവ് ആയിരുന്നു. അവനൊരു തല്ലുണ്ട് നവനീതിന് ലാസ്റ്റ്. പക്ഷെ അതുകൊണ്ടല്ല നന്നാവണത്, ഓൾറെഡി നന്നായതിനു ശേഷം അറിയാണ്ട് തല്ലണതാണ്. അതെ അത് മിസ്റ്റേക്ക് ആണ് തന്നെയാണ് പടത്തില് പോർട്രേ ചെയ്യണത്. ആകെയുള്ളത് ഗവൺമെന്റ് സ്കൂളുകൾ ഒരു വേസ്റ്റ് ആണ്, അവിടുത്തെ അധ്യാപകർ പണിയെടുക്കാനില്ല, അങ്ങനത്തെ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. എന്ത് പക്ഷെ പ്രൈവറ്റ് പഠിക്കണേക്കാളും നല്ല ഗവൺമെന്റ് പഠിക്കണ തന്നെയാണ്. ആകെയുള്ള പ്രശ്നം ഇത് മാത്രമാണ്, ഇൻഫ്രാസ്ട്രക്ചർ മാത്രം. ഗവൺമെന്റ് അധ്യാപകർ പറയുന്നത് വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള അധ്യാപകരാണ്. മറ്റേ പറമ്പ് എഴുതി കൊടുത്താലൊന്നും കയറാൻ പറ്റില്ല. എക്സ്ട്രീം ജനറൽ നോളജ് ഉണ്ടെങ്കിൽ കയറാൻ പറ്റൂ. ഇൻഫ്രാസ്ട്രക്ചർ മാത്രമേ എനിക്ക് പ്രശ്നമായിട്ട് തോന്നുന്നുള്ളൂ. എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്ന രീതിയൊന്നും ഗവൺമെന്റിന് അത്ര പ്രശ്നമല്ല. അതൊരു നെഗറ്റീവ് സാധനം ഉണ്ട്. പിന്നെ മറ്റേ ചൈൽഡ് മാരേജും വരെ അഡ്രസ് ചെയ്യും. കുറെ കാര്യം അഡ്രസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്തിന് ഭയങ്കര പ്രോഗ്രസീവാ.
എന്ന് കുറെ മുമ്പ് ഇറങ്ങിയതാ അത്. അതെ, അത് എന്നിറങ്ങിയത് എന്റെ ചെറുത് 2010 ആ 11 ടൈമില് 11. 11. Yes. പിന്നെ ഒരു കാര്യം ഇയാള് പറഞ്ഞത്, ഉം. ഞാൻ ആദ്യം തെറ്റിദ്ധരിച്ചു, ഇവൻ എന്തോ പ്രോഗ്രസീവ് കാര്യം പറഞ്ഞ് ഞാൻ തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് ഈ റീല് മൊത്തം ഇരുന്ന് കണ്ടത്. അതായത് പിള്ളേർക്ക് രാഷ്ട്രീയ ബോധം ഇല്ല എന്ന് പറഞ്ഞ സംഭവം. ഈ ഹൈസ്കൂൾ ലെവലിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ സ്റ്റുഡന്റ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസിനെ ഇവരെടുത്ത് കളയാ ചെയ്തത്. ഒരു പോയിന്റ് വരെ ആക്ച്വലി ഹൈസ്കൂളിലും ഈ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ഉണ്ടായിരുന്നു, അതിനെ റെസ്ട്രിക്ട് ചെയ്തു. അത് വലിയൊരു മിസ്റ്റേക്കാണ് കാണിച്ചത്. ആക്ച്വലി കുട്ടികൾ രാഷ്ട്രീയ ബോധത്തോട് വളരാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായകമായിട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ സ്റ്റുഡൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എഡ്യൂക്കേഷൻ ലെവലിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവം. അല്ല ഇപ്പൊ +1 +2 ഹയർ സെക്കൻഡറിയിൽ പറ്റുമോ? അപ്പൊ ഇല്ലല്ലോ. ഹയർ സെക്കൻഡറി പോലും പറ്റില്ല തോന്നുന്നു. എന്താ പാർട്ടി ഉണ്ടാക്കല്? ഇപ്പൊ എന്റെ എന്താ അറിവിലില്ല. പ്രശ്നം വെച്ചപ്പോ എല്ലാ പേരൻസിന്റെ മൈൻഡില് സ്കൂളിലേക്ക് വിടുന്നത് പഠിക്കാനാണ്, രാഷ്ട്രീയം കളിക്കാനല്ല. ആ ഒരു ചിന്ത ഇപ്പൊ ഇപ്പോഴും കോളേജിൽ തന്നെ പോകുമ്പോ പ്രൈവറ്റ് കോളേജിൽ പറ്റില്ല, ഓട്ടോണോമസ് കോളേജുകളിൽ പറ്റില്ല. യെസ്, ഈ കോളേജിൽ പോകുമ്പോൾ തന്നെ പേരൻസ് തന്നെ പിള്ളേരോട് പറയുന്നത് നിങ്ങൾ രാഷ്ട്രീയത്തിലൊന്നും പോകരുത്, പഠിക്കാൻ വേണ്ടി പോവാ എന്ന് പറയുന്ന സാധനമാണ്. ആക്ച്വലി ഈ സ്റ്റുഡന്റ് ഈ പൊളിറ്റിക്കൽ ഓർഗനൈസിങ് എന്ന് പറയുന്നത് ഈ അടിയും തല്ലുമായിട്ട് മാത്രം റെഡ്യൂസ് ചെയ്യരുത്. അതാണ് നമ്മൾ ന്യൂസിൽ വാർത്തയിൽ കാണുന്നത്. പക്ഷെ അതല്ലാതെ ഒരു ഡിസ്കോഴ്സും കൂടെ അവിടെ നടക്കുന്നുണ്ട്. മനസ്സിലായി? പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് ദാറ്റ് ഈസ് ഹാപ്പനിങ് വിത്തിൻ ദ സ്റ്റുഡൻസ്. ആ ഡിസ്കോഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ന്യൂസുകാര് നീ പറഞ്ഞ പോലെ ഈ തല്ലുകൾ മാത്രമേ കാണിക്കണുള്ളൂ. ലൈക്ക് സ്റ്റുഡൻസിന് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം തല്ലുകൂടുകയാണ് എന്നുള്ള ഒരു പിക്ചറാണ് ഇപ്പോഴും ആൾക്കാരെ മനസ്സിലുള്ളത്. രാഷ്ട്രീയത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയം എന്താ വഴി അടി കൂടാറുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അതൊരു ഭയങ്കര കാര്യമായിട്ട് ഇവന്മാർ ഈ കണക്കില്ലാതെ കുറെ തള്ളുകൾ ഇങ്ങനെ തള്ളുന്നുണ്ട്. ഇവന്മാർ ഇങ്ങനെ ചുമ്മാ നറേറ്റീവ്സ് ഇറക്കാണ്. ഈ സ്റ്റുഡന്റ് ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞാൽ ഫുള്ള് തല്ലാണ്. അതിനകത്ത് ഏറ്റവും പ്രശ്നക്കാരെന്ന് പറഞ്ഞാൽ SFI ആണ്. മനസ്സിലായി? SFI എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അവർ ഇങ്ങനെ ഭയങ്കര തല്ലുകൂടലും പരിപാടിയൊക്കെയാണ്. ഇതിനൊക്കെ എന്ത് കണക്കാണുള്ളത് എന്നുള്ളത് ഒരു ബേസിസ് ഇല്ലാതെ ഇവരിങ്ങനെ ഓരോ നറേറ്റീവ്സ് ഇങ്ങനെ ഈ കഥകൾ വെച്ച് നറേറ്റീവ്സ് ഇറക്കിക്കൊണ്ട് ഇവർ സെല്ല് ചെയ്യാണ് ജസ്റ്റ് ഫോർ മേക്കിംഗ് മണി. അതൊരു നാണമില്ലാത്ത പരിപാടിയാണെന്നുള്ളതാണ്. ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നം അതാണ്. ഈ ലൈക്ക് എവറി പേഴ്സൺസ് മോട്ടീവ് ഇസ് ടു മേക്ക് മണി, മേക്ക് പ്രോഫിറ്റ്. അല്ല, പക്ഷേ ഇപ്പൊ ഈ ഇൻസ്റ്റാഗ്രാം വീഡിയോ പോസ്റ്റ് ചെയ്തുള്ളത് ബേസിക്കലി വിസ്ഡം സ്റ്റുഡൻസ്, മറ്റേ സ്റ്റുഡൻസിന്റെ ഒരു ഓർഗനൈസേഷൻ ആണ്. ബെസ്റ്റ്. അപ്പൊ രാഷ്ട്രീയം പാടില്ല എന്ന് പറയണത് ഇവര് അങ്ങനെ പറയോ? ഈ മാഷ് പറയാം. കാരണം ഒരു സ്റ്റുഡൻസിന്റെ രാഷ്ട്രീയ ഓർഗനൈസേഷനിൽ ഇരുന്നിട്ടാണ് ഇപ്പൊ ഈ ഒരു സംസാരം. സ്റ്റുഡൻസിന്റെ രാഷ്ട്രീയ ഓർഗനൈസേഷനിൽ ഇങ്ങനെ പറയുള്ളവന്മാരാ പോയിരിക്കുന്നത്. പിന്നെ എങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ സ്റ്റുഡന്റ് ഓർഗനൈസേഷൻസിന്റെ പ്രശ്നം എന്താണെന്നുള്ളത്? യു ആർ ദ പ്രോബ്ലം. അപ്പൊ നിങ്ങൾ അതൊന്ന് മാറിയിരിക്കാം. പിള്ളേര് രാഷ്ട്രീയം ഒന്ന് മര്യാദയ്ക്ക് പഠിച്ച് വളർന്നു വന്നോട്ടെ. നിങ്ങൾ അതിനകത്ത് കയറി ഇടപെട്ട് കുളമൊക്കെ ആയിരുന്നാൽ മതി.